മുട്ടടി മുട്ടടി VIP റൂമിലേക്ക് പറയുമോ? അത് കൊള്ളാലോ മുട്ടടി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇതൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങളെ കുഞ്ഞുവാവനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞുവാവ കൂടി വരാൻ വേണ്ടി പോവാണല്ലോ. അതെ, ഇങ്ങോട്ട് ഒരാളെ മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. മമ്മി ഒരാളെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. ഞങ്ങൾ ഇന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങുമേ. രാത്രി തിരിച്ചു വരുമ്പോഴൊക്കെ ഒരുപാട് സമയമായിരിക്കും. തിരിച്ചു വരുമ്പം ഞങ്ങളുടെ കൂടുതൽ മമ്മി ഉണ്ടാവില്ല. മമ്മി അവിടെ ഞങ്ങൾ നിർത്തിയിട്ട് പോരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുവരുന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ ഇപ്പം ഗൈസ് ഭയങ്കര ചുമയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് വീഡിയോ കട്ടായത്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങളും ഞങ്ങളും മാത്രമുള്ള ഒരു ലോകത്തേക്ക് ഞങ്ങൾ ചുരുങ്ങുകയാണ്. അതായത് ഇനി കുറച്ച് ദിവസത്തേക്ക് മമ്മി അവരുടെ അടുത്തായിരിക്കും, ഞങ്ങളും കുഞ്ഞുങ്ങളും മാത്രം അല്ലേ? അതെ. മമ്മി നമ്മളെ മിസ് ചെയ്യുമോ മമ്മി? അതെ, ഞങ്ങളെ മിസ് ചെയ്തില്ലല്ലോ. ആദ്യം അന്നേനെ മിസ് ചെയ്യുമായിരിക്കും അല്ലേ അമ്മി? അതൊന്നും ഇല്ലേ? അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. അങ്ങോട്ട് ചെല്ലാം നമുക്ക് ചെന്നതിന് ശേഷം. ഞങ്ങളിപ്പോ ഇറങ്ങുന്നേ ഉള്ളൂ. അതെ, അപ്പൊ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം അല്ലേ? അപ്പൊ ഓക്കെ, ഒരു ടാറ്റ ബൈ പറഞ്ഞാൽ മതി. എന്തൊരു സന്തോഷമാന്ന് നോക്കിയ അല്ലേ? കുഞ്ഞുമാവെന്ന് പറഞ്ഞ അവാർഡാ നോക്കുന്നത് പുറയിലേക്ക്. ആ കുഞ്ഞുമാവല്ല, വേറെ കുഞ്ഞുമാവാ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിലെത്തി. അവളുടെ അടുത്തേക്ക് പോകുന്നതേ ഉള്ളൂ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. നീമ്പോ അങ്ങോട്ടാണോ? മുട്ടടി മുട്ടടി VIP റൂമിലേക്ക് പറയുമോ? അത് കൊള്ളാലോ മുട്ടടി മുട്ട. അതെ, കണ്ടുപിടിച്ചാണോ നിങ്ങൾ വന്നത്? ഏത് റൂമാന്ന് വരെ? ഇതാണ് ഇവിടുത്തെ VIP റൂമ. ആ, എന്തിനാ വവ്വ ഏതാടാ? കുഞ്ഞുമാവെ കണ്ടോ? കുഞ്ഞുമാവെ, ഒരു കുഞ്ഞുമാവനെ കൂടെ കണ്ടോ നീ? ഒരു കുഞ്ഞുമാവ എന്തി? അതാണോ? ആദ്യം വേണ്ട പ്രസവത്തിന് കയറി കിടക്കാണ് കേട്ടോ. കുഞ്ഞാൻറ്റിയുടെ ബെഡേ കയറി ആദ്യം. അതൊക്കെ വലിച്ചു പറിക്കും ചിലപ്പോ. എടാ ഭയങ്കര ഭീകരനാണോ ആദ്യേ? എന്തൊക്കെ കാണിക്കുന്നത്? പിടിക്കലടി നീ. ഇടിച്ചോ സോക്സ് ഊരണം അല്ലേ? ഷൂ ഇട്ടോണ്ടേ പറ്റുള്ളൂ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ കറങ്ങാൻ ഇറങ്ങിക്കുന്നത് കണ്ടു. ഇപ്പത്തേക്ക് 2 കൈ ഫ്രീ. 2 പിള്ളേരുള്ള 2 പേര് 2 കൈ ഫ്രീ ആയിട്ട് രാത്രി ഇത് കറങ്ങി നടക്കുകയാണ് അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെ, താഴോട്ട് പോയി കഴിഞ്ഞാൽ വെട്ടമില്ല. ഞങ്ങള് പിന്നെ അന്നക്കുട്ടീനെയും ആദിക്കുട്ടനെയും അവിടെ റൂമിലാക്കി വെച്ച് പോകുന്നത്. കാരണം അവിടെ നല്ല സൗകര്യമുണ്ട്, നല്ല റൂമൊക്കെയാണ്. അതുകൊണ്ട് അവിടെ ആക്കിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം. അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ട്. അതെ, ആദിക്കുട്ടനെ അതെ, ഓടിക്കളിക്കാൻ മമ്മിക്ക് മനസ്സമാധാനമായിട്ടുണ്ടാവും. ഇച്ചിരി ഇടയൊക്കെ ഉണ്ട്. അയ്യോ മഴ പെയ്യുന്നു. മനസ്സുകൊണ്ട് സമാധാനമായി. ഞങ്ങളിപ്പോ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാൻ പോകണം. ഞങ്ങള് മഴ പെയ്യുന്നേ. ഞങ്ങളുടെ വീട്ടു സാധനങ്ങൾ തീർന്നു. നാളെ മുതൽ ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങള് സാധനം മേടിച്ചിട്ട് ഓടി വരാം. മഴ അതെ, വന്നിട്ട് പറയാമേ ബാക്കിയുള്ള. ഗൈസ്, ഇതുകൊണ്ട് 2 വണ്ടി സാധനം നിറച്ച് മേടിച്ചിട്ടുണ്ട് ഓണം ആഘോഷിക്കാനായിട്ടുള്ള അല്ലേ. 2 വലിയ വണ്ടി നിറച്ച് ട്രോളിയെ തള്ളിക്കൊണ്ടിരുത്തി വരുന്നുണ്ട്. നമ്മുടെ ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ തള്ളുവാണേ. പോട്ടെ, വണ്ടി എവിടെയാന്നൊരു പിടുത്തമില്ല. പോട്ടെ, ഈ സൈഡിൽ കൂടെ പോട്ടെ. അങ്ങേറ്റതാ. ഞാൻ പിന്നെ പോവാം. മകി സാധനം ഇതാ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അരി അടക്കം എല്ലാം ഉണ്ട് കേട്ടോ. സാമ്പറുണ്ട്. വണ്ടി നിറച്ച് സാധനങ്ങളായി. ഇതോ മുന്നോട്ട് വെക്കുവാണോ?
ആദ്യം വരുന്നില്ലെന്നാ കേട്ടോ പറഞ്ഞ ഇന്ന് നമ്മുടെ കൂട്ടത്തില്. ആദ്യം ഇന്ന് ഇവിടെ നിൽക്കുവാന്ന് പറഞ്ഞു കുഞ്ഞാൻ്റെ കൂട്ടത്തില്. കുഞ്ഞാൻ്റെ നോക്കാൻ ഒരാള് വേണ്ടേ? പിന്നെ ഉത്തരവാദിത്വം വേണ്ടേ? അതിന് ഞങ്ങള് ഏറ്റവും പ്രധാനപ്പെട്ട ആളെ നിർത്തും അവിടെ. ആദ്യേ നോക്കിക്കോളൂ, കുഞ്ഞാൻ്റെ നോക്കുവല്ലേ? ഓ പെട്ടെന്ന് പോവാ, വിട്ടു പോവാ. അതെ നോക്കുവോ? നോക്കിക്കോളുവാ മുട്ടായി. ഹലോ ഗൈസ്, അങ്ങനെ സമയം രാത്രി 10:30 ആവാറായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് ആദ്യ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ച് 9 മണിയായി. പിന്നെ അവർക്കെല്ലാവർക്കും ഫുഡെല്ലാം കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആദ്യ കുഞ്ഞിന് പാല് കിട്ടിയില്ല. പാല് വാങ്ങാൻ ഇതിലെല്ലാം ഞാൻ കറങ്ങി, ഒരു രക്ഷയില്ലാതെ വന്ന ലാസ്റ്റ്. പിന്നെ ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അവരുടെ അടുത്ത് പോയി പാലൊക്കെ ഞങ്ങൾ വീട് കയറി തിളപ്പിച്ച് റെഡിയാക്കി അവനത് കൊണ്ട് കൊടുത്ത് അവനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും കുറേ സമയം കൊണ്ട് എടുക്കും ഇവിടുന്ന് പോകുമ്പോഴെന്ന് വിശ്വസിക്കുന്നു. 12 വരെ വെള്ളം കുടിക്കാം അല്ലേ? കുഞ്ഞിപ്പെണ്ണെ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഞങ്ങളെല്ലാവരും പോവുകയാണ്. ആ അല്ലേ? അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ വരാം കേട്ടോ. പോവാം. ആദ്യം ഇന്ന് ഇവിടെ നിൽക്കാൻ പോവാ കേട്ടോ. ആദ്യം മമ്മിയാണ് ഇന്ന് ഇവർക്ക് കൂട്ടായിട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. ടാറ്റാ ബൈ പറഞ്ഞേ, ഗുഡ് നൈറ്റും പറഞ്ഞേ, ഉമ്മ കൊടുത്തേ. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ നിർത്തിയിട്ട് പോവാണ്. പകലൊക്കെ ആദ്യമില്ലാതെ നിന്നിട്ടുണ്ടെങ്കിലും രാത്രി ഇവരാദ്യമില്ലാണ്ട് നിന്നിട്ടില്ല. ഇവരില്ലാതെ ആദ്യം നിന്നിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. ആദ്യമായിട്ടാണ്. എൻ്റെ അടുത്ത് തന്നെ കുറെ നാളൊക്കെ മാറി നിന്നിട്ടുണ്ട്. പക്ഷെ നീ കരയുന്നുണ്ടോടി? നാളെ രാവിലെ അപ്പൊ ആദ്യം പോവാട്ടോ. ഒരു ഉമ്മ കൊടുത്തേ. ഓ വെച്ചല്ലോ ഉമ്മ, ഉമ്മന്ന്. അപ്പൊ ടാറ്റ ടാറ്റ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിരിക്കുക അല്ലേ? സമയം ഇപ്പൊ എത്രയായി? 12:30 സമയം. 1 മണിയായി സമയം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വീണ്ടും പോകണം. അപ്പം അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ചെല്ലണം അല്ലേ? അപ്പോൾ ആദ്യക്കുഞ്ഞിനെ ഇന്ന് ആദ്യക്കുഞ്ഞില്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ. അവനെ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ അവരുടെ കൂടെ തന്നെ ആക്കി. ഇന്നാകുമ്പോൾ അവിടെ അവർക്ക് നോക്കാൻ പറ്റും. അവർക്കല്ല മമ്മിക്ക് നോക്കാനായിട്ട് പറ്റും. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാകും. ഞങ്ങൾ രണ്ടുപേരും മാത്രം രാവിലെ എഴുന്നേറ്റ് പോകണമെങ്കിൽ അവനെ കൂടെ റെഡിയാക്കി പോകാനും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് വണ്ടിയിൽ ഇരിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവനെ കൊണ്ടുവരാതിരുന്നത്. നാളെ എന്തായാലും എന്നാ ബുദ്ധിമുട്ടാണെങ്കിലും അവനെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളന്ന് വീട്ടിലെത്തി. ഇനി കുറേ പരിപാടിയുണ്ട്, കുളിക്കണം. എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും 2-3 മണിയാവും. പിന്നെ 6 മണിയാകുമ്പോൾ എഴുന്നേക്കണം. ഇവക്കാളും റെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. എന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ, അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? നാളെ കാണാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.